നെവിന്റെ ഏകദേശം ഒരു മാനറിസം സൗണ്ട് ചുമ്മാ ഞാനൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് നോക്കും. പുള്ളിക്കാരൻ നല്ല കിണ്ണം ഡയലോഗ് അറിയാൻ മേലുണ്ടല്ലോ, പിള്ളേരെക്കാളും കഷ്ടമാണ് അവരുടെ സംസാരം. ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും അലമ്പ് മോശം കണ്ടസ്റ്റന്റ് ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ പറയും ആര്യൻ. എനിക്ക് മനസ്സിലാവുന്നില്ല പ്രേക്ഷകരിലേക്ക് പുള്ളി കൊടുക്കുന്ന ഒരു ഇൻപുട്ട് എന്താണ്, പ്രേക്ഷകരോട് വോട്ട് ചോദിക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് പോലും മനസ്സിലായില്ല. ആ കണ്ടസ്റ്റന്റ് അവിടെ ഒരു കാര്യമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. ഭയങ്കര കുട്ടിക്കളിയായിട്ട്. ഇന്നലെ തന്നെ മോഹൻലാൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, മോനെ അതെ ഈ പരിപാടി കഴിയുന്നവരെ നിങ്ങളുടെ തലയിൽ തന്നെ വെക്കുക, ഓക്കെ, ബിഗ് ബോസ് പറയുമ്പോൾ മാത്രം അത് തലയിൽ നിന്ന് എടുക്കുക, ഓക്കെ. ഒരു മുട്ടത്തോട് പോലൊരു സാധനം എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നത്തിനാണ് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, എല്ലാവരുടെ ഇത് ആക്ച്വലി ഇത് നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് വെക്കാൻ പറ്റുമോ? അപ്പോൾ ലാലേട്ടൻ അന്നേരം തന്നെ പൊളിഞ്ഞ്, മോനെ അത് കുളിക്കുമ്പം നമ്മൾ ഇത് ഊരി വെച്ചിട്ട് കുളിച്ചിട്ട് വീണ്ടും എടുത്ത് തല വെക്കുക. അപ്പം ലാലേട്ട കിടക്കുമ്പം വെക്കാൻ പറ്റുമോ? അല്ല നീ എനിക്ക് ടൂന്നാണോന്ന് പുള്ളി ചോദിച്ചായിരുന്നു. അതായത് പുള്ളിക്കാരൻ നല്ല കിണ്ണം ഡയലോഗ് അറിയാൻ മേലണ്ടല്ല, പിന്നെ ചെറിയൊരു പയ്യനാന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം പിള്ളേരെക്കാളും കഷ്ടമാണ് അവരുടെ സംസാരം. ഇപ്പം നെവിനോടൊക്കെ ഇയാളെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിച്ചാൽ നെവിൻ്റെ ഏകദേശം ഒരു മാനറിസം സൗണ്ട് ചുമ്മാ ഞാനൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് നോക്കാം. ലാലേട്ടൻ തന്നെ ചോദിക്കാം അല്ലേ, പിന്നെ നെവിനെ നമ്മുടെ രൺബീർ കപൂറിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ലാലേട്ട, രൺബീർ കപൂറിനെ കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷെ ആര്യൻ പറയുന്നത് രൺബീർ കപൂറിനെ പോലെയാണ് ഇരിക്കുന്നത്. അത് രൺബീർ കപൂർ കസേരയിൽ ഇരിക്കുമ്പോഴാണോ അതോ ശോഭാ സെറ്റിയിൽ ഇരിക്കുമ്പോഴാണോ അതോ ദിവാൻ കോട്ടിൽ ഇരിക്കുമ്പോഴുള്ള അതാണോ എന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് എനിക്കുണ്ട്. ആര്യൻ എങ്ങനെ ഇരിക്കുമ്പോഴാണ് രൺബീറിനെ പോലെ ഇരിക്കുന്നതെന്ന് പറയുന്നത് മനസ്സിലായില്ല എനിക്ക്. ഇങ്ങനെയൊക്കെ ആയിരിക്കും പുള്ളി റിയാക്ട് ചെയ്യണത്. അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാതെ എന്തൊക്കെയോ വലിയ സംഭവമാണ് എന്ന് സ്വയം പ്രഖ്യാപിത സ്റ്റാറായി മാറിയിരിക്കുകയാണ് നമ്മുടെ ആര്യൻ. ഇനിയും ഗെയിം സ്ട്രാറ്റജികളും ഗെയിംസും മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ഒരു ചെറിയ ഇഷ്ടം പോലും അങ്ങോട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നെവിൻ ഫാൻസ് ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. എന്തായാലും എനിക്ക് പുള്ളിനെ വർക്കായില്ല പേഴ്സണലി.